മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു പിറ്റേ ദിവസം മുതൽ ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടക്കൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി പ്രചാരണം ആരംഭിച്ചിരുന്നു. UDF മണ്ഡലം കമ്മിറ്റിക്ക് നിയതമായ പ്രചാരണ ഷെഡ്യൂൾ തയ്യാറാകും മുൻപ് തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ മണ്ഡലത്തിൽ സജീവമായി. അതിന്റെ ആത്മവിശ്വാസം പ്രചാരണത്തിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബുധനാഴ്ചയോടെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി ആബിദ് ഹുസൈൻ തങ്ങളും UDF മുന്നണിയും അടുത്ത ദിവസം മുതൽ രണ്ടാം ഘട്ട പര്യടനം ആരംഭിക്കും. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും പ്രത്യേകം ഷെഡ്യൂൾ ചെയ്തായിരുന്നു ഒന്നാം ഘട്ട പര്യടനം. ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് ഓരോ ദിവസവും വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ പഞ്ചായത്തുകളിലും എത്തി. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും കോട്ടക്കൽ നിയമസഭയിലും അടക്കമെത്തി തങ്ങൾ വോട്ടഭ്യർത്ഥിച്ചു. പൊതുസ്ഥലത്തെ പര്യടനത്തിനപ്പുറം കിടപ്പ് രോഗികളെയും പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്നവരെയും നേരിൽ കണ്ടും വോട്ടഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ഒരു പര്യടന പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടുകൂടി അത് പൂർത്തീകരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും ഞങ്ങളിങ്ങനെ UDF കമ്മിറ്റി ഒരു വിഭജനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഒരു പഞ്ചായത്ത്, ഉച്ചയ്ക്ക് ശേഷം ഒരു പഞ്ചായത്ത് എന്നുള്ള നിലക്ക് എല്ലാ പഞ്ചായത്തിലും അതിൻ്റെ ഒരു പര്യടന പരിപാടി കഴിഞ്ഞു. അതിൽ പിന്നെന്താണ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാത്ത രോഗികളായ ആളുകൾ, പ്രയാസമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പോയി കണ്ടു. കണ്ട ആളുകളിൽ നിന്നൊക്കെ വലിയ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മണ്ഡലം ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും സജ്ജമായ, ഏറ്റവും സൗകര്യപ്രദമായ ഒരു തരത്തിൽ ജനങ്ങളുടെ പ്രതികരണം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. തീർത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. അത് പ്രകടമാണ് ആളുകളിൽ നിന്ന് ഞങ്ങൾ ഈ പോകുന്നിടത്തു നിന്നൊക്കെ. അതിൽ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ആളുകളും വ്യത്യസ്തരായ രാഷ്ട്രീയക്കാർ പോലും ഇന്നത്തെ ഭരണത്തിനെതിരെയുള്ള ഒരു വൈകാരികമായ പ്രകടനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഏറ്റവും നല്ല ഒരു വിജയം, ഏറ്റവും നല്ല ഒരു ഭൂരിപക്ഷം കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും എന്നത് ഈ ഒന്നാം ഘട്ട പര്യടനത്തിൻ്റെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് തന്നെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമാണ്. വലിയ രീതിയിലുള്ള പിന്തുണയാണ് മണ്ഡലത്തിലുടനീളം തനിക്ക് ലഭിക്കുന്നതെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. UDFനെ ഏറ്റവും മികച്ച വിജയത്തിലെത്തിക്കാൻ മണ്ഡലം സജ്ജമായിരിക്കുകയാണ്. ഇടതുമുന്നണിക്കും LDF സർക്കാരിനുമെതിരായ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകളിൽ പ്രകടമാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരിലും ഭരണവിരുദ്ധ വികാരം പ്രകടമാണ്. ഇത് UDFന് മുൻപത്തേക്കാൾ തിളക്കമുള്ള വിജയം സമ്മാനിക്കുമെന്നും ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. ആദ്യഘട്ടം നൽകിയ ഈ ആത്മവിശ്വാസം കൈമുതലാക്കി UDF ഒറ്റക്കെട്ടായി കോട്ടക്കലിൽ രണ്ടാം ഘട്ട പര്യടനം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ഈ ചാനൽ ന്യൂസ്, കോട്ടക്കൽ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവാനാ? നറുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായ നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.